നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ലൈഫ് വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLAയെ പങ്കെടുപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഓംബുഡ്സ്മാനോട് വിശദീകരണം തേടി നിയമസഭാ സെക്രട്ടറി. MLA നിയമസഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLAയെ പങ്കെടുപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ സെക്രട്ടറി ഓംബുഡ്സ്മാനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മുഹമ്മദ് മുഹസിൻ MLA നിയമസഭാ സ്പീക്കർക്കാണ് പരാതി നൽകിയിരുന്നത്. 2023 മെയിലാണ് പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർത്തീകരിച്ച 63 വീടുകളുടെയും PMAY പദ്ധതിയിൽ പൂർത്തീകരിച്ച 29 വീടുകളുടെയും താക്കോൽ കൈമാറ്റം നടന്നത്. അന്നത്തെ MP ആയിരുന്ന VK ശ്രീകണ്ഠനായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. ഔദ്യോഗികമായി നടത്തേണ്ട പരിപാടി MLAയെ പങ്കെടുപ്പിക്കാതെ നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പട്ടാമ്പിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് തിരഞ്ഞെടുപ്പ് ജനറൽ ബോഡി യോഗം മേലെ പട്ടാമ്പി കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. 2005 ഡിസംബർ മാസം 20-നാണ് ഈ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള വേണമെങ്കിൽ 2 ദശാബ്ദക്കാലം നാം പിന്നിടുകയും ഈ കാലയളവിൽ ഈ യൂണിറ്റ് നിരവധിയായ മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് രൂപീകരിച്ച ആദ്യ നാളുകളിൽ തന്നെ നാം ഏറ്റെടുത്തത് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചു നൽകുക എന്നതാണ്. ഇന്നും ആ ഗവൺമെന്റ് ആശുപത്രിക്കുള്ളിൽ ഏകോപന സമിതിയുടെ നാമധേയത്തിൽ നാം പണിത് ഈ നാടിന് നൽകിയ ആ കെട്ടിടം പട്ടാമ്പിയിലെ നിരവധിയായ രോഗികൾക്ക് സമാശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമായി മാറാൻ നമുക്ക് കഴിയും. പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് അസുഖം മൂലം ചികിത്സയ്ക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് നാം അത് നൽകുന്നത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്ന ചർച്ചയിലേക്ക് നാം വന്നു. ആ കെട്ടിടത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 4-5 വർഷമായി വളരെ മികച്ച രീതിയിൽ പണി കഴിപ്പിച്ച് പൂർത്തീകരിക്കുകയും യൂണിറ്റ് ജനറൽ സെക്രട്ടറി സലീം റോയൽ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സെയ്ദലി കൽപ്പക വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. മുഖ്യഭരണാധികാരിയായ പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദിന്റെ നേതൃത്വത്തിൽ 2024-26 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. ഗിരീഷ് പട്ടാമ്പിയെ പുതിയ പ്രസിഡന്റായും സന്തോഷിനെ ജനറൽ സെക്രട്ടറിയായും അബൂലൈസിനെ ട്രഷറർ ആയും തിരഞ്ഞെടുത്തു. പാലക്കാട് ജില്ലാ ട്രഷറർ KK ഹരിദാസ് വല്ലങ്ങി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, TP സക്കീർ, ജില്ലാ സെക്രട്ടറിമാരായ VM മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, മണ്ഡലം പ്രസിഡന്റ് V മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി KPA റസാഖ്, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ, യൂത്ത് വിംഗ് കമ്മിറ്റി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷമീർ മണ്ണാർക്കാട്, പട്ടാമ്പി മണ്ഡലം വൈസ് പ്രസിഡന്റ് EP അബ്ദുൾ ജബ്ബാർ, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച രാത്രിയിലെ വിശിഷ്ട അതിഥിയായി എത്തിയ 11 വയസ്സുകാരൻ അർച്ചിതിന് കാൽപന്ത് കളി ആവേശവും ആഹ്ലാദവുമായി. സെറിബ്രൽ പാൾസി രോഗബാധിതനാണ് അർച്ചിത്. ജനന സമയത്ത് ഓക്സിജന്റെ അളവിലെ കുറവാണ് രോഗം ബാധിക്കുവാൻ കാരണം. ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. 6 വയസ്സിനുള്ളിൽ മംഗലാപുരം ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ 2 കാലിനായി 8ഓളം സർജറി നടത്തി. ഇപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടെ നടക്കുന്ന അർച്ചിത് കഴിഞ്ഞ 9 മാസമായി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഫിസിയോതെറാപ്പി നടത്തി വരുന്നു. സ്ഥിരമായി ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വീട്ടിൽ തെറാപ്പി ചെയ്യുന്നതിനായി ഒരു സൈക്കിൾ നൽകിയിട്ടുണ്ട്. ഇനിയും മറ്റു തെറാപ്പി ഉപകരണങ്ങൾ അർച്ചിതിന് ആവശ്യമായിട്ടുണ്ട്.
ചികിത്സയുടെ ഭാഗമായി സഹയാത്രാ സൊസൈറ്റി ചെണ്ടവാദ്യവും പന്തുകളിയും പഠിപ്പിക്കുന്നുണ്ട്. കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചതോടെ കാൽപന്ത് കളിയുടെ ആവേശവും കളിക്കാരനാകാനുള്ള ആഗ്രഹവും മനസ്സിൽ നിറയുകയാണ്. മൈതാനത്ത് ശനിയാഴ്ച രാത്രി ടീമംഗങ്ങളെ പരിചയപ്പെടുവാൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവരോടൊപ്പം അർച്ചിതും ഉണ്ടായിരുന്നു. സഹയാത്രാ വളണ്ടിയർ വൈശാഖ് അർച്ചിതിനെ എടുത്തുകൊണ്ട് ടീമംഗങ്ങളുടെ അടുത്തെത്തി. ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും ഹസ്തദാനം ചെയ്തു. മുഴുവൻ സമയവും ഫുട്ബോൾ മത്സരം മതിമറന്ന് ആസ്വദിച്ച ശേഷമാണ് മടങ്ങിയത്. സംഘാടക സമിതി കൺവീനർ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TA രണദിവെ, TK സുനിൽകുമാർ എന്നിവർ ചേർന്ന് അർച്ചിതിനെ സ്വീകരിച്ചു. പെരിങ്ങോട് ഇട്ടോണം മൂരിപ്പാറ വീട്ടിൽ ചന്ദ്രൻ രഞ്ജിഷ ദമ്പതിമാരുടെ മകനാണ്. നിവേദ്, തീർത്ത എന്നിവർ സഹോദരങ്ങളാണ്. ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നലെ നടന്ന രണ്ടാം പാദ സെമിഫൈനൽ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടന്നയും ഫിഫ മഞ്ചേരിയും ഓരോ ഗോൾ വീതം നേടി. സെമിഫൈനൽ ഒന്നാം പാദത്തിൽ നേടിയ വിജയത്തിന്റെ മികവോടെ യൂറോ സ്പോർട്സ് പടന്ന ഫൈനലിൽ പ്രവേശിച്ചു. നേരത്തെ ശാസ്ത മെഡിക്കൽസ് തൃശൂരിനെ പരാജയപ്പെടുത്തി ബേസ് പെരുമ്പാവൂർ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. യൂറോ സ്പോർട്സ് പടന്നയും ബേസ് പെരുമ്പാവൂരും ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടും. തൃശൂരും തിരുവനന്തപുരവും തമ്മിൽ ഇന്ന് വനിതാ ഫുട്ബോൾ മത്സരം അരങ്ങേറും. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗം നാലകത്ത് അബ്ദുൾ റസാഖിന്റെ വിയോഗത്തിൽ GCC ക്ലബ്ബ് അനുസ്മരണ യോഗം നടത്തി. ക്ലബ് ഹൌസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. ആദ്യകാല അംഗങ്ങളായ ബോസ് ചാലിശ്ശേരി, തമ്പി അരിമ്പൂർ, രക്ഷാധികാരി ബാബു നാസർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. പഠനത്തിനു ശേഷം ഏറെക്കാലം പ്രവാസിയായിരുന്ന റസാഖ് നാട്ടിലെത്തിയ ശേഷമാണ് മരക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. ചാലിശ്ശേരിയിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യാപാര സ്ഥാപനമായി കച്ചവടത്തെ മാറ്റിയതായും യോഗം അനുസ്മരിച്ചു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തു നിന്നും നക്ഷത്രാമയെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് മഴവെള്ളത്തിൽ നക്ഷത്രാമയുടെ കുഞ്ഞ് ഒലിച്ചുവന്ന് പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഹംസയുടെ വീടിന് സമീപം എത്തുകയായിരുന്നു. ആമയെ കണ്ടതോടെ സമീപത്തുള്ള മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രതീഷിനെ വിവരമറിയിച്ചു. പ്രതീഷ് മായന്നൂർ ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കുകയും ഇവരെത്തി ആമയെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. നക്ഷത്രാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആമയാണ്. ഇവിടെ ഇത് ചിന്നാറ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇവിടെ മാത്രം എങ്ങനെ എത്തിപ്പെട്ടു എന്നറിയില്ല. ഇത് ഷെഡ്യൂൾ 4 വരുന്ന ആമയാണ്. ഇതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇതിന് സാധാവസ്ഥയിൽ നല്ല ചെറുപ്പമുള്ള സ്ഥലത്ത് കൊണ്ടുപോകും. ഇതിന്റെ കൂട്ടാളികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒറ്റ ഇങ്ങനെ വന്നു എന്നതാണ് നമുക്ക് സംശയം. സാറിന്റെ ഡെസിഗ്നേഷൻ? ഞാൻ ജയപ്രസാദ് MP, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, മായന്നൂർ. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ പൂരം ആഘോഷിച്ചു. തേർ എഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് വർണ്ണക്കാഴ്ചയേകി. മുളയങ്കാവ് ബോധിക്ഷേത്രത്തിലെ വലിയ പൂരാഘോഷം വർണ്ണാഭമായി. രാവിലെ പൂരം കൊട്ടിയെറിക്കലോടെയാണ് പൂരാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പൂരപ്പറമ്പിൽ ചവിട്ടുകളി ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം സന്ധ്യാവേലയ്ക്ക് വിളക്ക് വെക്കൽ, തായമ്പുക, കേളി, കുഴൽപ്പറ്റ്, പൂരം കൊട്ടിയെറിക്കൽ, പൂരം കൊട്ടിക്കയറൽ എന്നിവ നടന്നു. പൂരാഘോഷത്തിന്റെ പ്രധാന ചടങ്ങായ താലപ്പൊലിപ്പറമ്പിൽ നിന്നും താലം നിർത്തിയുള്ള തേരുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തേരുടെ എഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് കാഴ്ച വിരുന്നൊരുക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചവാദ്യം, വെളിച്ചപ്പാടന്മാരുടെ നൃത്തം, അരിയറ എന്നിവയും നടന്നു. വെള്ളുവനാട്ടിലെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് മുളയങ്കാവ് പൂരത്തോടു കൂടിയാണെന്നുള്ള വാഴ്മൊഴിയും ഉണ്ട്. വെള്ളുവനാട്ടിൽ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കും തിരശ്ശീല വീഴുകയാണ്.
കൂറ്റനാട് കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനോത്സവത്തിന്റെ ഭാഗമായി പെരുമണ്ണൂരിലെ 80 വയസ്സിന് മുകളിലുള്ളവരെയും ക്ഷേത്ര കഴകക്കാരെയും ദേവി പുരസ്കാരം നൽകി ആദരിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടി മന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ജയറാം ശുക്ലയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു. രാവിലെ 8:30 മുതൽ 11:30 വരെ ദേവി മഹാത്മ്യ പാരായണം ഉണ്ടായി. ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. വൈകിട്ട് 5 മണിയോടെ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, ഭക്തിഗാനാലാപനം, ചുറ്റുവിളക്ക്, ദാരികവധം എന്നിവ നടന്നു. ചേലൂർ ശ്രീ ദേവിച്ചിറ അന്തിമഹാകാളൻകാവിലെ പുതുതായി നിർമ്മിച്ച തിടപ്പള്ളി, ഗോപുരം എന്നിവയുടെ സമർപ്പണം നടന്നു. രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം 6:30 ക്ഷേത്രം തന്ത്രി പ്രസന്നൻ നടികൾ സമർപ്പണം നിർവഹിച്ചു. രാവിലെ 8 മുതൽ വിരുട്ടാണം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്കും ഭജനയും നടക്കും. തളി വിരുട്ടാണം ചേലൂർ കോവിലകം രാജരാജവർമ്മ നിര്യാതനായി 86 വയസ്സായിരുന്നു. പരേതയായ രാധ പുള്ളിയാതിരി ഭാര്യയും ചിത്രലേഖ മകളും നന്ദകുമാർ മരുമകനുമാണ്. സംസ്കാരം തറവാട്ടുവളപ്പിൽ നടന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.